കരുതി നിത്യമോള് മയക്കുമായിരിക്കുന്നു. അല്ല അച്ഛാ, ഞാനിങ്ങനെ നിത്യമോളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എടീ മോളെ, ദേവിക അടുത്ത് പറയുന്നതൊക്കെ എൻ്റെ മോക്ക് മനസ്സിലാവുന്നുണ്ടോ? എടീന്ന് വിളിക്കുന്നത് പണ്ടേ ദേഷ്യം. ഇപ്പൊ ദേഷ്യം വന്നാലും അച്ഛനോട് വഴക്കിടാൻ പറ്റത്തില്ലല്ലോ, അല്ലേ മോളെ? അച്ഛാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് നിത്യമോളെ സങ്കടപ്പെടുത്താതെ. ദേവികേ, എന്താ അമ്മേ? ദേവിക പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓ, പാർവതിയുടെ ഒരു മഹാമനസ്കത. ദേവിക മോള് കഴിച്ചിട്ട് വരുന്നത് വരെ ഇവിടെ ഇരുന്നോളാന്ന്. ഇത് പറയാൻ നിനക്ക് നാണം ഉണ്ടോ പാർവതി? സത്യത്തിൽ ദേവിക മോളല്ല, നീയാ നിത്യമോടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അതൊട്ട് ചെയ്യുന്നുമില്ല, എന്നിട്ട് നന്ദി കേട്ട വർത്തമാനവും. ഇനി ആരും അങ്ങനെ നിത്യയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. അതിന് നാളെ മുതൽ ഹോം നഴ്സ് വരുന്നുണ്ടല്ലോ. നാളെ മുതൽ നിത്യയുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോളും. ദേവിക സ്വന്തം കാര്യം നോക്കി ദേവികയുടെ മുറിയിലിരുന്നാ മതി. ആദ്യം ഹോം നഴ്സും ഫയർഫോഴ്സും ഒക്കെ വരട്ടെ. എന്ത് വേണമെന്ന് ഞാൻ ദേവിക മോളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല മനോഹരേട്ടാ, നിത്യയ്ക്ക് കൂട്ടായിട്ടല്ലേ ഹോം നഴ്സ് വരുന്നത്? ഈ കിടക്കുന്നത് നിന്റെ സ്വന്തം മോളല്ലേ? മോക്ക് കൂട്ടായിട്ട് ഒരു ദിവസമെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അച്ഛാ, ഒരു വഴക്ക് വേണ്ട. അതും നിത്യമോളുടെ മുന്നിൽ വെച്ച്. ഹോം നഴ്സിനെ ശമ്പളം കൊടുത്ത് നിർത്തുന്നത് കൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്ത് ആര് നോക്കിയാലും, എന്തിന് ഈ നിൽക്കുന്ന പാർവതി നോക്കിയാൽ പോലും മോള് നോക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ആരും നോക്കത്തില്ല എന്റെ നിത്യമോളെ. മനോഹരേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ? എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട്. രക്തബന്ധത്തിന്റെയും കടപ്പാടിന്റെയും പേരിലല്ലാതെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ സമയവും ജീവിതവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ, അതാ ഏറ്റവും വലിയ ബന്ധം. ആദ്യം നീ അത് മനസ്സിലാക്കും. അല്ല മോളെ, മോടെ അമ്മയോട് അച്ഛൻ ഇത്രയെങ്കിലും പറയണ്ടേ?